പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി യേശു രാജാവ് ഒരിക്കൽ കൂടി എളിയ ദാസനെ അനുവദിച്ചതോർത്ത് യേശു രാജാവിന് നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ചില നിഗൂഢമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ്. ചില പഠനങ്ങൾ നമുക്ക് ആവശ്യമാണ്. കാരണം സമൂഹം വഴിതെറ്റുന്നു, കുടുംബങ്ങൾ വഴിതെറ്റുന്നു, യുവതീവാക്കൾ വഴിതെറ്റുന്നു, രാഷ്ട്രങ്ങളിൽ സമൂഹത്തിൽ സാമൂഹിക പശ്ചാത്തലങ്ങൾക്ക് വിള്ളലുണ്ടാക്കുന്ന വിധത്തിൽ അശുദ്ധിയും മ്ലേച്ഛതയും നിറയുന്നു, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ തകരുന്നു, കൗദാശിക തലങ്ങൾ തകരുന്നു, കൂതാശയോട് താല്പര്യമില്ല, സഭയോട് താല്പര്യമില്ല, സഭയിൽ അനൈക്യം ഒക്കെ നമ്മൾ കാണുകയാണ്. ഇങ്ങനെ തകർച്ചകളുടെ ഒരു കൂമ്പാരത്തെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മൾ എറണാകുളം ബസിലിക്കയിലെ ചില വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേൾക്കുന്നുണ്ടായി. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് തണുക്കും, വലിയ അഗ്നിപർവ്വതമാണ് സാധനം. അഗ്നിപർവ്വതത്തിൻ്റെ മേലെ കുറച്ച് ലാവ പുറപ്പെടുന്ന സ്ഥലത്ത് കുറച്ച് മണ്ണും കല്ലും വീണ് നിൽക്കും, അടിയിലിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും, വീണ്ടും പൊട്ടിത്തെറിക്കും എന്നതുപോലെ അഗ്നിപർവ്വതം പോലെ സഭയായിട്ട് മാറി. അപ്പോൾ സഭയിൽ നമ്മളിപ്പോൾ കാണുന്നതൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് കേൾക്കുന്നതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. എന്നാൽ ആ വിഷയത്തിൻ്റെയും എല്ലാത്തിൻ്റെയും അധോഭാഗങ്ങളിൽ, അതിൻ്റെ നിഗൂഢതകളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന രഹസ്യം എന്ന് പറയുന്നത് വിശുദ്ധി ഇല്ലായ്മ, 2 ജ്ഞാനം ഇല്ലായ്മ, 3 ഒരു ദാർശനികത ഇല്ലായ്മ. അതൊരു പ്രവാചക വരം സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഒരു കുടുംബത്തിനും പ്രവാചക വരങ്ങളുണ്ട്, പ്രബോധന വരങ്ങളുണ്ട്. പെണ്ണോമന മക്കൾക്ക് 5-8 മക്കൾക്ക് ജന്മം കൊടുക്കണം, അവരെയൊക്കെ തീറ്റിപ്പോറ്റി വളർത്തണം, വിവാഹിതരാക്കണം, നല്ല നിലയിലെത്തിക്കണം, അതിനുള്ള കുറച്ച് വിദ്യാഭ്യാസമൊക്കെ വേണം എന്നുള്ള നിലയിലുള്ള കാഴ്ചപ്പാടാണ് കുടുംബത്തിൻ്റെയായും വിശ്വാസത്തിന് വിശുദ്ധി. എന്നാൽ ഇതിനൊക്കെ എല്ലാ തലങ്ങളിലും കുടുംബത്തിൽ വിശ്വാസവും വിശുദ്ധി നഷ്ടപ്പെട്ടു, സഭയിൽ നഷ്ടപ്പെട്ടു, ദമ്പതികളിൽ നഷ്ടപ്പെട്ടു, വൈദികരിൽ നഷ്ടപ്പെട്ടു, സമൂഹത്തിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ വിശ്വാസവും വിശുദ്ധിയും ദൈവികതയും പദ്ധതികളും തകരുമ്പോൾ ആധിപത്യം നമ്മളിൽ നിന്ന് ക്രിസ്തുവിൻ്റേത് നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ വിജാതീയ ആധിപത്യം നമ്മുടെ തലയിലേക്ക് കയറി വരും. ആ ആധിപത്യത്തിൻ്റെ തിക്തഫലങ്ങളാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നു കൂടുന്ന ധാരാളം വിദേശീയ ആളുകൾ. പെരുമ്പാവൂരിനെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ വിഷയത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും. അപ്പോൾ ഇവിടെ നമുക്കറിയാം, പെരുമ്പാവൂരൊക്കെ ധാരാളം വ്യഭിചാരശാലകൾ തുറക്കപ്പെടുന്നു, കൊച്ചിയിലൊക്കെ തുറക്കപ്പെടുന്നു. അതുപോലെ തന്നെ പുതിയ സന്ദേശങ്ങൾ വരും. നമുക്കിനി എയർ റോബോട്ട് പോലുള്ള സുന്ദരികളായ സ്ത്രീകളെയും സുന്ദരികളായ യുവാക്കന്മാരെയും ഒക്കെ വാങ്ങാൻ കിട്ടുന്നു. അതുമായിട്ടുള്ള ബന്ധങ്ങൾ എല്ലാം ഇങ്ങനെ വരുന്നു. അങ്ങനെ ഭൂമിയും ലോകവും ഒരു സോദോം ഗോമോറയായിട്ട് രൂപാന്തരപ്പെട്ട് വരുന്നു. ഇതിൻ്റെ എല്ലാം അവസാനം എന്ന് പറയുന്ന ഒരു ആണവ യുദ്ധമാണ്. പ്രത്യേകിച്ച് ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നടന്നെടുക്കുകയാണ്. സഫാനിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇതാ കർത്താവിൻ്റെ ദിനം അതിവേഗം വരുന്നു. 2000 ആണ്ട് കഴിഞ്ഞ് 2025 ആണ്ട് വരെ 25 വർഷം ഇതിലേ പോയെന്ന് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ചും 2025 ആണ്ട് എത്രയോ പെട്ടെന്ന്, 25 ആ വർഷം, ഒരു വർഷം എത്രയോ പെട്ടെന്ന് പോയി മറഞ്ഞു. ഇനി 2026 27ലേക്കും നടന്നെടുക്കുമ്പോൾ ഈ ലോകത്ത് എന്തൊക്കെ സംഭവിക്കും, ആ സംഭവത്തിൻ്റെ തിക്തഫലങ്ങൾ, പരിണത ഫലങ്ങൾ കുടുംബത്തിൽ, സമൂഹത്തിൽ, സഭയിൽ എന്തായിരിക്കും എന്നുള്ളതിനെപ്പറ്റി ഒരു ദാർശനിക വെളിപ്പെടുത്തൽ, ഒരു പ്രവാചക വര വെളിപ്പെടുത്തൽ, ഒരു അതീന്ദ്രിയ ജ്ഞാന ദർശന ചിന്തകൾ നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവ് തരുമ്പോൾ, നമ്മുടെ അതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇതിൻ്റെ എല്ലാം പരിണിത ഫലത്തിൻ്റെ പ്രശ്നകലുഷിതമായ കുടുംബങ്ങളുടെ വേദനകൾ വളരെ വലുതായിരിക്കും ഇനി വരും കാലങ്ങളിൽ. കുടുംബ സമാധാനം എന്ന് പറയുന്നത് അങ്ങ് നഷ്ടപ്പെടും. സന്തോഷവും സമാധാനം എന്ന് പറയുന്നത് അങ്ങ് ഇല്ലാതെയാകും. പിന്നെ കുടുംബത്തിൽ നടക്കുന്ന കലാപങ്ങൾ ചെറുതായിരിക്കില്ല. അത് നമ്മളിപ്പോൾ കാണുന്ന സഭയിൽ കാണുന്നു. സഭയിലെ കലാപങ്ങൾ, എറണാകുളം രൂപതയിലെ പ്രശ്നങ്ങൾ ഇപ്പോൾ കാണുകയാണ്. സഭയിൽ ഇത്രമാത്രമാണെങ്കിൽ ഇതോടനുബന്ധിച്ച് തന്നെ കുടുംബങ്ങളിലും വളരെ വലിയ ദുരന്തങ്ങളായിരിക്കും സംഭവിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്, ഇത് സഭയിൽ സംഭവിക്കുന്നതിന് പോലും അടിസ്ഥാന കാരണം എന്ന് പറയുമ്പോൾ, ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ സഭയിൽ ഈ മെത്രാന്മാരും വൈദികരും കർദിനാൾമാരും മാർപ്പാപ്പയും ഒന്നും ഈ വിവാഹം കഴിക്കാതെ നിന്നുകൊണ്ടല്ലേ ഈ പ്രശ്നം. വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി സാധാരണ പോലെ ആദിമ സഭ പോലെ
ഉണ്ടായിരുന്നെങ്കിൽ, ആദിമസഭ പോലെ തന്നെയായിരുന്നു സഭയെങ്കിൽ ഈ സഭയിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ ഈ സഭയിലൊക്കെ പ്രശ്നം ഉണ്ടാകാൻ പോലും കാരണം എന്താണ്? ഈ കുടുംബജീവിതത്തിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു. നമുക്കറിയാം 1400 കാലഘട്ടങ്ങളിലൊക്കെ ഈ കത്തോലിക്ക സഭയിൽ വൈദികർ വിവാഹം കഴിച്ചു തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ 600 വർഷം കണ്ടോ മറ്റോ ആയിട്ടുള്ളൂ ഈ വിവാഹം കഴിക്കാത്ത സംവിധാനങ്ങൾ സഭയിൽ വന്നിട്ട്. അതിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ആദിമസഭയിലൊക്കെ അപ്പസ്തോലന്മാരിലെ കല്യാണം കഴിച്ചവരൊക്കെ തന്നെയായിരുന്നു. കല്യാണം കഴിക്കാത്തവരും ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാനമായിട്ട് എന്താണ്? ദൈവിക ശാരീരിക ബന്ധങ്ങൾ നിലനിർത്തുക. സ്ത്രീയും പുരുഷനും തമ്മിൽ ദൈവിക സാന്നിധ്യം നിലനിർത്തുക. അതായത് ഭാര്യാഭർത്തൃ ബന്ധവും അതിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആത്മീയ തലങ്ങളും ആ ആത്മീയ തലങ്ങളുടെ സ്നേഹത്തിൻ്റെ പ്രവൃത്തി രൂപവുമായ ലൈംഗിക ജീവിതവും കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനമെല്ലാം ദൈവം അർത്ഥമാക്കുന്ന രീതിയിൽ മാത്രം ഉപയോഗിച്ച് മുന്നോട്ട് വരിക. അങ്ങനെ കടന്നു വന്നിട്ട് ലോകത്തെ സൃഷ്ടിക്കപ്പെടുന്നു, രാജ്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, കുടുംബങ്ങൾ, സമൂഹം, ജനതകൾ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങനെ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ആ മകുടങ്ങൾ ലോകരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ സമൂഹങ്ങൾ, ജനപദങ്ങൾ ലോകത്തുണ്ടാകണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ദൈവം ഈ ലൈംഗികതയെ സൃഷ്ടിച്ചത്. അതിൻ്റെ ആവശ്യത്തിന് വരും. എന്നാൽ ആ സംഭവത്തെ ദൈവത്തിൽ നിന്നും സാത്താൻ തട്ടിപ്പറിച്ചെടുക്കുകയും തൻ്റേതായ ചേരുവകൾ ചേർക്കുകയും തൻ്റേതായ ചില രുചികൾ അതിനകത്ത് എടുത്തു വയ്ക്കുകയും തൻ്റേതായ ചില അഭിപ്രായങ്ങളും ആശയങ്ങളും അതിൽ തിരികെ കയറ്റുകയും ചെയ്തുകൊണ്ട് ദുഷ്ടലാക്കോടെ പ്രവർത്തിച്ചപ്പോൾ എന്തു സംഭവിച്ചു? സർവ്വവിധ നാശവും ലോകത്ത് സംഭവിച്ചു. അതുകൊണ്ടാണ് ലോത്തിൻ്റെ ദിനങ്ങളും സോദോം ഗൊമോറയും എല്ലാം സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമ്മൾ ചരിത്രപരമായി തന്നെ പഠിക്കുന്നത്. അതിൽ സെക്സ് എന്ന വിഷയത്തെ സംബന്ധിച്ച്, അതായത് പാമ്പ് എന്ന വിഷയം, കുടുംബജീവിതം എന്ന വിഷയത്തെക്കുറിച്ച്, അതായത് പരിശുദ്ധാത്മ അഥവാ പ്രാവ് എന്ന വിഷയത്തെ സംബന്ധിച്ച്, ഒരു സൈഡിൽ പ്രാവും മറു സൈഡിൽ പാമ്പും, അത് തമ്മിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ ആധികാരികമായിട്ട് പഠിക്കുകയാണ്. ആ പഠിക്കുന്നതിൽ 25 ലക്ഷണങ്ങൾ, ദൈവത്തിൻ്റെ വെളിപാടുകളിലെ 25 എണ്ണം നമ്മൾ പഠിച്ചു. ഇനി 26ലേക്ക് നമ്മൾ പെട്ടെന്ന് കണ്ണോടിച്ച് പോവുകയാണ്. കാരണം ഈ വിഷയം ഒരുപാട് ആഴത്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും എന്നാൽ ആർക്കും ഒന്നും അറിയത്തില്ലാത്ത കാര്യങ്ങളുമാണ്. പ്രത്യേകിച്ചും നമ്മൾ ഈ സെക്സ് വിഷയത്തെ സംബന്ധിച്ചോ അഥവാ ലൈംഗിക വിഷയത്തെ സംബന്ധിച്ചോ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുകയും പഠിക്കുകയും കാണുകയും ചെയ്യുന്നത് ഇൻ്റർനെറ്റ് എന്ന സംവിധാനത്തിൽ കൂടെ കേൾക്കുന്ന കാര്യങ്ങളാണ് അഥവാ കാണുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതല്ല എൻ്റെ യാഥാർത്ഥ്യമെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമ്മുടെ സമൂഹത്തിൽ ഡോക്ടർമാരുടെ അടുത്തു നിന്നോ വചനപ്രഘോഷകരുടെ അടുത്തു നിന്നോ സഭാ സംവിധാനങ്ങളിൽ നിന്നോ ഒക്കെ മാത്രമായിട്ട് കേൾക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട വിഷയങ്ങളാണ് സെക്സ് അഥവാ ലൈംഗികത അഥവാ കുടുംബജീവിതം അല്ല ഭാര്യാഭർത്തൃം എന്നുള്ള വിഷയത്തെപ്പറ്റി. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും മേഖലയിൽ നിന്നോ മറ്റുള്ള ചില ആശയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതോ മറ്റു ചില വിഭാഗങ്ങളുടെ ചിന്തകളോ മറ്റു ചില മതവിഭാഗങ്ങളുടെ കാഴ്ചപ്പാടുകളോ ഒന്നുമല്ല നാം ശ്രദ്ധിക്കേണ്ടത്. ക്രിസ്ത്യാനികൾ സഭ ശ്രദ്ധിക്കണം. അവിടെ ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധ പൗലോസ് ശ്ലീഹ എഴുതി വെച്ചത്, യേശുക്രിസ്തു ഭൂമിയിൽ പിതാവായ ദൈവം ജനത്തെ ഉത്ബോധിപ്പിച്ചത്, യേശു പറഞ്ഞത്, പൗലോസ് ശ്ലീഹയുടെ അഭിപ്രായം, അങ്ങനെ ദൈവിക പദ്ധതിയുമായിട്ട് ചേർന്ന് ബന്ധപ്പെട്ട കാര്യങ്ങളെ മാത്രമേ നാം പഠിക്കാനും ശ്രദ്ധിക്കാനും പാടുള്ളൂ. അല്ലാതെ വന്നാൽ എന്തു സംഭവിക്കും? അല്ലാതുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെ? അതിൻ്റെ 25 നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ 26 പഠിക്കുന്നത് സെക്സ് എന്ന അടിസ്ഥാനത്തിൽ പഠിക്കുമ്പോൾ അത് ശാരീരിക തലത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ്. സെക്സ് എപ്പോഴും ശാരീരിക സൗന്ദര്യം, ശാരീരിക ആരോഗ്യം അത് ശാരീരികമാണ്. എന്നാൽ കുടുംബജീവിതം അഥവാ വിവാഹം എന്ന് പറയുന്നത് എപ്പോഴും ആത്മീയമാണ്. ഒന്ന് ആത്മീയതയാണ്, മറ്റൊന്ന് ശാരീരികതയാണ്. ശാരീരികത പറഞ്ഞപ്പോഴും സാത്താനുമായിട്ട് ചേർന്നതാണ് ആ സംഭവമാണ്. ഇനി 27 സെക്സ് എന്നതിനകത്ത് എപ്പോഴും ലജ്ജയുണ്ട്, ഒരു സാമൂഹിക ലജ്ജയുണ്ട്, ഒരു നാണക്കേടുണ്ട്. ഇതെങ്കിലും ആരെങ്കിലും അറിഞ്ഞാലോ നാണക്കേടാകും. എന്നാൽ നമുക്കറിയാം കുടുംബജീവിതം അഥവാ വിവാഹം അതിനെപ്പോഴും മഹത്വമുണ്ട്. അത് സാമൂഹിക അംഗീകാരം, കുടുംബ അംഗീകാരം, സമൂഹത്തിന് അംഗീകാരം, രാഷ്ട്രീയ അംഗീകാരം, അതിന് എല്ലാ സഭയുടെ അംഗീകാരം, എല്ലാ വിധത്തിലും അതിനൊരു മഹത്വമുണ്ട്. ഒന്ന് മറ്റേത് ലജ്ജ തരുമ്പോൾ ഇത് മഹത്വം തരുന്നു. മറ്റൊന്ന് വില കൊടുത്തു വാങ്ങണം. ശാരീരികത അല്ലെങ്കിൽ വ്യഭിചാരം അഥവാ സെക്സ് എന്നത് നമ്മൾ വില കൊടുത്തു വാങ്ങണം, സമ്പത്ത് കൊടുത്തു വാങ്ങണം. എന്നാലോ വിവാഹത്തെ സംബന്ധിച്ച് നമ്മൾ വില കൊടുത്താണോ വാങ്ങുന്നത്? അല്ല, വിശുദ്ധിയെ കൊടുത്താണ് വാങ്ങുന്നത്. വിശുദ്ധിയുടെ നമ്മൾ നല്ല ചെറുക്കനാണോ, നല്ല പെണ്ണാണോ, നല്ല വിശുദ്ധിയുണ്ടോ, നല്ല ജ്ഞാനമുണ്ടോ എന്നൊക്കെയാണ് വിവാഹത്തിൽ ഭാര്യാഭർത്താക്കന്മാരാകാനായിരിക്കുന്ന വ്യക്തികൾ നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് വിശുദ്ധിയാണ് അതിന് പ്രാധാന്യം, അവിടെ സമ്പത്തല്ല. ഒന്ന് വിലയല്ല.
എന്നാൽ ഇത് വിശുദ്ധിവൃത്തമാണ്. 2 അടുത്ത 3 29 ജഡീകമാണ്. ജഡം എന്ന് പറയുന്നത് സെക്സ് എപ്പോഴും ജഡീകമാണ്. അതിൽ മരണം നിക്ഷിപ്തമാണ്. അതിന് പാതാളമായിട്ടൊരു ടച്ചുണ്ട്, അതിന് അഗാധമായ പാതാളമായിട്ടൊരു ബന്ധമുണ്ട്. അങ്ങനെ സാത്താൻ്റെ പദ്ധതിയുമായിട്ട് ചേർന്ന് തന്നെയാണ് ജഡീകത എന്ന് പറയുന്നത്, അതായത് സെക്സിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അത് ഇതിനകത്ത് വരുമ്പോഴോ, ദൈവിക പദ്ധതി വരുമ്പോഴോ, അത് ആത്മീയമാണ്, അത് മഹത്വമാർജിക്കുന്നതാണ്, മഹത്വമുള്ളതാണ്. മറ്റൊന്ന് സെക്സ് എപ്പോഴും അശാന്തി നിറഞ്ഞാണ്, ശാന്തിയില്ല. എത്ര സെക്സ് ചെയ്താലും അതിനകത്ത് ശാന്തി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ എത്ര വ്യഭിചാരം ചെയ്താലും സംതൃപ്തി ലഭിക്കുന്നില്ല. എന്നാൽ വിവാഹത്തിലോ എപ്പോഴും ശാന്തം. വിവാഹം ശാന്തിയുടേതാണ്, ശാന്തമാണ്, ശാന്തമായിട്ടുള്ള അനുഭവങ്ങൾ തരുന്ന കുടുംബജീവിതമാണ്. അതിനെപ്പോഴും ശാന്തിയുണ്ട്, സമാധാനമുണ്ട്. അടുത്ത 30ാമത്തെ നിയമം, സെക്സിൽ ഒരിക്കലും നമുക്ക് സംതൃപ്തി ലഭിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട. എത്ര സെക്സ് ചെയ്താലും, ആയിരക്കണക്കിന് സ്ത്രീകളെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചാലും ഒരിക്കലും സംതൃപ്തി തരികില്ല. എന്നാൽ വിവാഹത്തിൽ ദൈവം, യേശു, അല്ലെങ്കിൽ ദൈവം തന്നെ പറയാം. ദൈവം എന്ന് പറയുമ്പോൾ പൊതുവെ സഭയിലെ മൊത്തം ദൈവത്തെ, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും എടുക്കുമ്പോൾ ദൈവം എന്ന് പറയുമ്പോൾ സംതൃപ്തി. കുടുംബജീവിതം എപ്പോഴും ദാമ്പത്യ ജീവിതം, വിവാഹം എപ്പോഴും സംതൃപ്തമാണ്. എന്നാൽ ഒരിക്കലും സംതൃപ്തി ലഭിക്കുകയില്ല ജഡിക ആസ്വാദനത്തിൽ, സെക്സിൽ. മറ്റൊന്ന് വിൽപ്പന വസ്തുവാണ്. സെക്സ് എപ്പോഴും വിൽപ്പന വസ്തുവാണ്. ശരീരത്തെ വിലപേശി വാങ്ങുന്നു, അല്ലെ സൗന്ദര്യത്തെ വിലപേശി വാങ്ങുന്നു, അത് എപ്പോഴും വിൽപ്പന വസ്തുവാണ്. എന്നാലോ വിവാഹത്തെ സംബന്ധിച്ചോ അത് ദൈവിക ദാനമാണ്, അതൊരു ദാനമാണ്. ദൈവിക പദ്ധതിയിൽപ്പെടുന്ന, ദൈവം ദാനമായി കൊടുക്കുന്ന ഇണകൾ അല്ലെങ്കിൽ ദമ്പതികൾ, അത് ദൈവിക ദാനമാണ്. സെക്സിന് എപ്പോഴും വശീകരണ ശക്തിയുണ്ട്. സെക്സ് അഥവാ പൈശാശക്തിയുടെ ആ കാഴ്ചപ്പാട്, പാമ്പിൻ്റെ സംവിധാനങ്ങളെല്ലാം വശീകരിക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ കൊടുക്കുക, മോഹങ്ങൾ കൊടുക്കുക, എന്നിട്ട് തൻ്റെ കെണിയിൽപ്പെടുത്തുക, അങ്ങനെയുള്ളതാണ്. സെക്സിനെ സംബന്ധിച്ച് അങ്ങനെയാണ്. എന്നാൽ കുടുംബജീവിതത്തെ സംബന്ധിച്ചോ സഭയെ സംബന്ധിച്ചോ ദൈവിക പദ്ധതി അനുസരിച്ചാണ് അതിന് ഒരു അംഗീകാരമുണ്ട്. അതിന് ഒരു വശീകരണ ശക്തിയല്ല, അത് കാണുമ്പോൾ തന്നെ ഒരു സംതൃപ്തമായ പക്വതയുടെ ഭാഗമുണ്ട്. ഒരു പക്വത വിവാഹ ജീവിതത്തിൽ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ 34ാമത്തെ കാര്യം ചിന്തിക്കുമ്പോൾ, ലിംഗവ്യത്യാസമില്ല. സെക്സിൽ ലിംഗവ്യത്യാസമില്ല. സ്ത്രീയും തമ്മിലോ പുരുഷൻ തമ്മിലോ ആവാം. എന്നാൽ ഭാര്യാഭർത്തൃ ബന്ധം ദൈവിക പദ്ധതിയിൽ എന്താണ്? ഒരു സ്ത്രീ ആയിരിക്കണം, ഒരു പുരുഷനായിരിക്കണം, അത് വിവാഹിതരുമായിരിക്കണം. അതിൻ്റെ വ്യത്യാസം കണ്ടോ? എത്ര വ്യക്തമായിട്ടാണ് കർത്താവ് പറയുന്നത്, ആലോചിച്ച് നോക്കുക. അതുപോലെ സെക്സ് എന്ന് പറയുന്നതിനകത്ത് വിവിധ ഭാഗങ്ങളുണ്ട്. അതിനകത്ത് സ്വർഗഭോഗം. അതാണ് അവിടെ ലിംഗവ്യത്യാസമോ ലൈംഗികതയുടെ താല്പര്യങ്ങളൊന്നും പ്രശ്നം, എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാലും അതൊരു സെക്സാസ്വാദന പോകും. എന്നാലോ വിവാഹത്തിൽ എന്താണ്? വിവാഹത്തിൽ വ്യക്തമായ ലിംഗവ്യത്യാസ കാര്യങ്ങളുണ്ട്. ഒന്ന് പുരുഷനായിരിക്കണം, ഒന്ന് സ്ത്രീ ആയിരിക്കണം. വ്യക്തമായൊരു ധാരണ, ദൈവിക പദ്ധതിയുണ്ട്. ചേർന്ന ഇണ ചേരുക എന്നാണ് പറയുന്നത്, ഇണകളാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിനക്ക് ചേർന്ന ഇണയെ ഞാൻ തരും. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിപ്പോൾ തരും, നിനക്ക് ചേർന്ന ഇണയെ തരും. എന്നാൽ ഇതിനകത്ത് സെക്സിനകത്ത് ഈ സെക്സിൻ്റെ സംവിധാനത്തിൽ ഇണ സംവിധാനമില്ല, ഇണ ചേരുകയല്ല, അവിടെ ജഡിക ആസ്വാദനയാണ്. അടുത്ത 36, സെക്സ് ചെയ്യും തോറും എന്ത് ചെയ്യും? സെക്സ് കാണുക, സെക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പാമ്പിൻ്റെ പരിപാടി കാണുക കേൾക്കുക ചെയ്യുമ്പോൾ എന്താണ്? അതിനകത്ത് കാമം വർദ്ധിക്കുകയെന്ന്. കാമാതുരയാണ്, കാമം വർദ്ധിച്ചു, അല്ലെങ്കിൽ ലൈംഗിക ഭോഗാസക്തി വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. എന്നാലോ വിവാഹത്തിൽ എന്താണ്? കാമശമനമാണ്. ഇതിനെല്ലാം ഒരു ശമനം ലഭിക്കും, ഒരു സംതൃപ്തി ലഭിക്കും, ഒരു സമാധാനം എപ്പോഴും അതിനകത്ത് ദൈവം പ്രദാനം ചെയ്യുന്നത്. എന്നാൽ സാത്താൻ്റെ അതിനകത്ത് എപ്പോഴും ശാന്തതയുണ്ടോ? എല്ലാം കണ്ട് വർദ്ധിക്കുകയാണ് ഇന്ന്. അതുപോലെ 37ാമത്തെ കാര്യം പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അവയവങ്ങളെ കാംക്ഷിക്കും. അതായത് ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടി അവയവങ്ങളിലേക്കാണ് നമ്മുടെ ബുദ്ധിയെ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ വിവാഹത്തിലോ വ്യക്തികളെ കാംക്ഷിക്കുന്നു. വ്യക്തിത്വം, ഒരു വ്യക്തിയുടെ വ്യക്തിത്വം, അവൻ്റെ പക്വത, അവൻ്റെ പഠനം, അവൻ്റെ ആരോഗ്യം, അവൻ്റെ ജോലി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ അതിനകത്ത് വിവാഹത്തെ സംബന്ധിച്ച് നമ്മൾ കാണുന്നത്. ഇനി മറ്റൊന്ന് 38ാമത്തെ ചിന്തയിൽ ഈ സെക്സ് എന്ന പ്രവൃത്തി ചെയ്ത് കുഞ്ഞുങ്ങളുണ്ടായിരുന്നാൽ അവിടെ എന്താ ചെയ്യുന്നത്? കൊലപാതകം. സെക്സിൽ തന്നെ കൊലപാതകമുണ്ട്. അതിന് കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അതിനെ അബോർഷൻ ചെയ്തു തുടങ്ങുന്നു. എന്നാൽ വിവാഹത്തിലോ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നു, വളർത്തുന്നു, അതിനെ വലുതാക്കുന്നു, അങ്ങനെ സമൂഹവും കുടുംബവും നിലനിൽക്കുന്നു. അടുത്ത് 39
ഒരു 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 പ്രശ്നം നമ്മൾ കാണുന്നത് ഈ സെക്സ് അഥവാ ലൈംഗികത എന്നൊക്കെ പറയുന്ന അതിൻ്റെ മേഖലകളിൽ ചില മേഖലകളിൽ ആർത്തവത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്ലാക്ക് മാസിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. ആർത്തവ സമയത്ത് അവർ ബന്ധപ്പെടുന്നതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിന് യേശുവിൻ്റെ തിരുവോസ്തി കൊണ്ടുപോയിട്ട് ആർത്തവരക്തം തീർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില ആൾക്കാർ വാർത്തകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നാലോ ഇതിനകത്ത് 39ാമത്തെ ആശയം, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിവാഹത്തിൽ വിശുദ്ധിയാണ് ആവശ്യം. വിശുദ്ധിയുടെ തലങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണ്. അശുദ്ധിയുമായിട്ട് യാതൊരു ബന്ധവും വിവാഹ ജീവിതത്തിൽ ഇല്ല. അടുത്ത 40, സെക്സ് അഥവാ പാമ്പിൻ്റെ പദ്ധതിയിൽ എപ്പോഴും വിവാഹമോചനം അധിഷ്ഠിതമാണ്. എങ്ങനെ വിവാഹമോചനം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വിവാഹമോചനം കൂടിക്കൂടി വരുന്ന കാലഘട്ടം. എന്താണ്? സെക്സാണ് അവർ ചെയ്യുന്നത്. സെക്സിനകത്ത് വിവാഹമോചനം, സംതൃപ്തിയില്ല, അല്ലെങ്കിൽ സ്നേഹമില്ല, താല്പര്യമില്ല. കാരണം അവിടെ ഒരു വിധേയത്വമില്ല, ഒരു പക്വതയില്ല. അപ്പോൾ എപ്പം വേണമെങ്കിലും വിവാഹമോചനം ചെയ്യാം എന്നുള്ള സംവിധാനം എന്നതിനകത്തുള്ളത് അത് സെക്സ് സംബന്ധത്തിലുള്ള. എന്നാലോ ശരിക്കും ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നതിൻ്റെ കെട്ടുറപ്പ് എവിടെയാണ്? വിവാഹത്തിലാണ്. വിവാഹ ജീവിതത്തിൽ എപ്പോഴും ദാമ്പത്യ കെട്ടുറപ്പുണ്ട്. ദാമ്പത്യമാണ്, ദമ്പതിപരമാണ്. അതുപോലെ തന്നെ 41ാമത്തെ നിയമം, 41ാമത്തെ നിയമത്തിൽ ഇവിടെ നിയമമില്ല, സെക്സിന് ഒരിക്കലും നിയമമില്ല. അപ്പം ഗവൺമെൻറ് തലത്തിൽ ഓർഡർ വന്നിരിക്കുകയാണ്, ഇഷ്ടമുള്ള സ്ത്രീയും പുരുഷനും തമ്മിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈംഗികത്തിൽ ഏർപ്പെടും വിചാരിച്ചിട്ട് ഗവൺമെൻറ്റിന് പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ നിയമങ്ങൾ അവിടെ ബാധകമല്ല. അവർ വിചാരം ചെയ്തെന്നോ അത് ഒരുമിച്ച് ജീവിച്ചെന്നും ഗവൺമെൻറ് നോക്കുന്നില്ല. കാരണം അതിൽ തുറന്നു വിട്ടിരിക്കുകയാണ്, ഒരു പ്രശ്നമല്ല. എന്നാലോ വിവാഹത്തിലോ ഉടമ്പടിയുണ്ട്, ധാരണയുണ്ട്, എഗ്രിമെൻറ്റുകളുണ്ട്, നിയമങ്ങളുണ്ട്. അവിടെ പക്വത ആവശ്യമാണ്. സഭയുടെ നിയമങ്ങൾ, രാജ്യത്തിൻ്റെ നിയമങ്ങൾ, ദൈവിക നിയമങ്ങൾ എല്ലാം അതിനകത്ത് വിവാഹത്തിൽ നിയമാധിഷ്ഠിതമാണ്. എന്നാൽ പാമ്പിൻ്റെ സംവിധാനങ്ങൾ നിയമമില്ലാത്തതാണ്. അടുത്തത് 42. ഇതെല്ലാം ഒരു നിയോഗമാണ്. എന്നാൽ വിവാഹം എന്നൊരു നിയോഗമാണ്. വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ദൈവവിളി. വിവാഹ ജീവിതം നയിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൈവവിളി. അതൊരു ദൈവിക വിളിയായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയാണ്. എന്നാൽ സെക്സിനകത്തോ പാമ്പിൻ്റെ പരിപാടിക്കകത്തോ യാതൊരു നിയോഗമില്ല, ഒരു പദ്ധതിയുമില്ല. എപ്പം വേണേലും എങ്ങനെ വേണേലും ആര് വേണേലും തമ്മിൽ ആകാൻ റെഡി ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അവിടെ ഒരു നിയോഗമില്ല. എന്നാൽ ദാമ്പത്യം അഥവാ വിവാഹം എന്നൊരു നിയോഗമാണ്, ഒരു ദൈവവിളിയാണ്. അടുത്ത് 43. വിവാഹത്തിന് ഒരു ഉറപ്പുണ്ട്. വിവാഹം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊരു ഉറപ്പുണ്ട്. എന്നെ ഭാര്യ ഉപേക്ഷിക്കില്ല, എന്നെ ഭർത്താവ് ഉപേക്ഷിക്കില്ല. അവിടെ ഒരു ഉറപ്പും ഒരു എഗ്രിമെൻറ്റും ഒരു ധാരണയുമുണ്ട്. എന്നാൽ സെക്സ് ചെയ്യുന്ന ആളുകൾ തമ്മിൽ ലിവിങ് ടുഗദർ എത്ര വർഷത്തെ എത്ര മാസത്തെ തന്നെ ലിവിങ് ടുഗദർ ഉണ്ടാവും? 4 മാസമോ 3 മാസമോ ഇട്ട് കഴിയുമ്പോൾ എപ്പോഴാണ് ഭർത്താവ് ഇട്ടേച്ച് പോകുന്ന പറയാൻ പറ്റില്ല. അല്പം വെറുപ്പോ ഉദ്ദേശം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോകും, അല്ലെങ്കിൽ വിവാഹമോചനം നേടി എടുത്തു പോകും. അപ്പോൾ വിവാഹത്തിന് അതിൻ്റേതായ ഉറപ്പുണ്ട്, അതിൻ്റെ പക്വതയുണ്ട്. മറ്റൊന്ന് 44ാമത്തെ ചിന്ത ഇങ്ങനെയാണ്. സെക്സ് അഥവാ ആ പദ്ധതിയുമായിട്ട് ചോദിക്കുമ്പം ഈ സംഭവങ്ങളെല്ലാം ഭൗമിക തലത്തിലാണ്, ജഡമാണ്, ഭൗതികതയാണ്, ഭൂമിയിലാണ്, സാത്താനോട് ചേർന്നാണെന്നൊക്കെ നമുക്ക് പറയാം. എന്നാലോ വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നാണ് പഴമൊഴി പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്വർഗീയ പിതാവ് ദൈവം അറിഞ്ഞുകൊണ്ട് ഭൂമിയിൽ അനുവദിക്കുന്ന സംഭവത്തെയാണ് വിവാഹം എന്ന് പറയുന്നത്. വിവാഹത്തിന് ഒരു ദൈവിക പദ്ധതിയുണ്ട്, മാനുഷിക പദ്ധതി മാത്രമല്ല. അതാണ് ആ സെക്സും വിവാഹവും തമ്മിലുള്ള ഓരോ വ്യത്യാസങ്ങൾ പറയുന്നത്. ഇനി അടുത്ത, സെക്സിനകത്ത് എപ്പോഴും തകർച്ചയുണ്ട്. സെക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും തകർച്ച. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേട്ടത്തിനായിട്ട് വരുന്നു, അത് കോട്ടമായിട്ട് മാറുന്നു. എപ്പോഴും അടിപിടിയും തെറിപടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്നാലോ 45ാമത്തെ ചിന്ത, വിവാഹത്തിലോ അത് പടുത്തുയർത്തുന്നു. കുടുംബം പടുത്തുയർത്തുന്നു, കുടുംബാംഗങ്ങൾ പടുത്തുയർത്തപ്പെടുന്നു, ഒരു ഇടവക പടുത്തുയർത്തുന്നു, ഒരു രൂപാന്തരം കൊള്ളുന്നു, ഒരു സഭ രൂപാന്തരപ്പെടുന്നു. അങ്ങനെ സഭയെ പടുത്തുയർത്തുന്നു, കുടുംബത്തെ പടുത്തുയർത്തുന്നു. അതിങ്ങനെ ഘട്ടം ഘട്ടമായി വളർച്ച അനുഭവിക്കുന്നു. എന്നാലോ സെക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് വിവാഹമല്ലാത്ത സംവിധാനങ്ങളെല്ലാം തകർന്ന് നശിച്ചു പോകുന്നു. അടുത്ത 46ാമത്തെ ചിന്ത നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്, ലൈംഗിക രോഗങ്ങൾ. സെക്സിലൂടെ ലൈംഗിക രോഗം തരുന്നു. രോഗങ്ങൾ ഏറ്റവും കൂടുതൽ പകരുന്നത്, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ വാർത്ത കേൾക്കുന്നത് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം ഏറ്റവും കൂടുതൽ പകരുന്നത് ലൈംഗികതയിൽ കൂടെയാണ്, സെക്സിൽ കൂടെയാണ്. എന്നാലോ ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള ദൈവം അനുവദിച്ച വിവാഹത്തിലാണെങ്കിലോ ആരോഗ്യം തരുന്നു. ഇവിടെ രോഗം തരുന്നു, വിവാഹത്തിൽ ആരോഗ്യം തരുന്നു. എല്ലാവിധ മാനസികാരോഗ്യം, ശാരീരികാരോഗ്യം, അവർ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മാത്രമുള്ള ബന്ധങ്ങളും സ്നേഹവും മാത്രം നിൽക്കുമ്പോൾ രോഗങ്ങളില്ല.
അപ്പോൾ ആരോഗ്യം തരുന്നു. കുടുംബജീവിതം അഥവാ വിവാഹം ആരോഗ്യം തരുന്നു, സെക്സ് തരുന്നു, രോഗം തരുന്നു. അടുത്ത 47, സെക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നഗ്നതയെ തുറന്ന് കാണിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ നഗ്നത കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ബ്ലൂ ഫിലിമുകൾ, ബ്ലാക്ക് മാസുകൾ, അതുപോലെ ശാരീരിക പ്രദർശനങ്ങൾ, വസ്ത്രദാനത്തിലെ അപാകതകൾ, ഷോകൾ, വലിയ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ നഗ്നതയെ പല രീതിയിൽ കാണാൻ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയാണ് സെക്സുമായിട്ട് ബന്ധപ്പെട്ടത്. എന്നാലോ കുടുംബജീവിതത്തിൽ അഥവാ വിവാഹത്തിൽ എന്താണ്? സെക്സുവലല്ല, എല്ലാ ശരീരത്തിൻ്റെ അവസ്ഥയെ മറയ്ക്കുക. ശാരീരിക തലങ്ങൾ പക്വതയുടെ, വിശുദ്ധിയുടെ അടയാളമുണ്ട്. വിവാഹം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാർ അവർ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും ആരെയും കാണിക്കുകയില്ല, എല്ലാം വളരെ മനോഹരമായിട്ട് മറച്ച് പക്വതയിൽ, വിശുദ്ധിയിൽ, വിവേകത്തിൽ കണ്ടാൽ തന്നെ അവർ വിവാഹം കഴിച്ച ആളാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്താണ്? അവിടെ നഗ്നതയെ മറയ്ക്കുന്നു. എന്നാൽ സെക്സിലോ നഗ്നത തുറന്നു കാണിക്കുന്നു. 48, സെക്സ് എപ്പോഴും വൈകൃതം നിറഞ്ഞതാണ്, എന്നാൽ വിവാഹമോ സുഹൃതം നിറഞ്ഞതാണ്. എന്നാൽ തമ്മിലുള്ള വ്യത്യാസം അത് നമ്മൾ തിരിച്ചറിയണത്. വിവാഹത്തിൽ സുഹൃതമാണ്, പുണ്യമാണ്, നന്മയാണ്. എന്നാലോ വൈകൃതം നിറഞ്ഞതാണ്. എന്തെല്ലാം വൈകൃതങ്ങളുണ്ടോ അതെല്ലാം സെക്സിനകത്തുണ്ട്. അതെല്ലാം ദൈവിക പദ്ധതിയല്ല, സാത്താന്യ പദ്ധതിയാണ്. അതുപോലെ 41 ചിന്ത ഇങ്ങനെയാണ്: ഒന്നിൽ കൂടുതൽ പങ്കാളികൾ ഉപയോഗിക്കുന്നതാണ് സെക്സ്, എന്നാൽ ജീവിത പങ്കാളി മാത്രമായിട്ട് ബന്ധപ്പെടുന്നതാണ് വിവാഹം. അതാണ് വിവാഹത്തിൻ്റെ പവിത്രത അഥവാ വിശുദ്ധി എന്ന് പറയുന്നത്. സെക്സിൽ സെക്സിൽ പങ്കാളികൾ കൂടുതലുണ്ട്, എന്നാൽ വിവാഹത്തിൽ പങ്കാളികൾ മാത്രം, ഭാര്യയും ഭർത്താവും മാത്രം. അടുത്ത് 50, സെക്സ് എപ്പോഴും നഷ്ടമാണ്. അപ്പോൾ 5000 കൊടുത്തിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്ത കേൾക്കുന്നുണ്ട്, 1,00,000 രൂപയ്ക്കാണ് ചില സ്ത്രീകളുടെ വില. ഹോട്ടലിൽ ചില സ്ത്രീകൾക്ക് 1,00,000 രൂപ കൊടുത്താൽ ആ സ്ത്രീകളെ കിട്ടുള്ളൂ. വാർത്ത കേൾക്കുന്ന ഭാഗങ്ങളാണ് കേൾക്കുന്നത്. നമുക്കറിയില്ലെങ്കിലും വാർത്തയിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വിദേശത്ത് സ്ത്രീകൾ ഇവിടെ വന്നിട്ട് 1,00,000 രൂപയ്ക്കൊക്കെ അവർ ഹോട്ടലിൽ കൂടെ ശരീരം വിൽക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? അവിടെ സെക്സ് എപ്പോഴും ധനനഷ്ടമാണ്. എന്നാലോ വിവാഹം എന്താണ്? വിവാഹം എപ്പോഴും ലാഭമാണ്. ചിലപ്പോൾ സ്ത്രീധനമായിട്ട് കിട്ടിയാക്കാം, അല്ലെ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടാവാം, അല്ലെ ഭാര്യയുടെ ഭർത്താവിന് സ്വത്തുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾ വിദേശത്ത് പോയിട്ട് പൈസ കൊണ്ടുവന്ന് വരാം. അങ്ങനെ സമൂഹത്തെ, കുടുംബത്തെയൊക്കെ പവിത്രമായി ഉയർത്തുകയും ലാഭകരമാക്കുകയും നന്മയിലേക്ക് മാറ്റുകയും ചെയ്യുന്നതാണ് എന്ത്? കുടുംബജീവിതം അഥവാ വിവാഹം. വിവാഹത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. സെക്സിനെ സംബന്ധിച്ച് ധനനഷ്ടമാണ്. അടുത്തത്, സെക്സ് എപ്പോഴും അശുദ്ധിയുടെ മേഖലയാണ്. അശുദ്ധി ഒരു പാപാവസ്ഥയുണ്ട് എപ്പോഴും. സെക്സിന് എപ്പോഴും നമുക്കറിയാം, അത് ഗവൺമെൻറ് പിടിക്കുമോ, ആരെങ്കിലും കണ്ടുപിടിക്കുമോ, ഇത് ദൈവത്തിന് മുമ്പ് തെറ്റാണോ, ഇത് എന്തെങ്കിലും പ്രശ്നമാകുമോ, രോഗമുണ്ടാകുമോ, ഇങ്ങനെ എപ്പോഴും പാപചിന്ത. ഇത് പാപമാണെന്ന് അവർക്കറിയാം, പക്ഷേ ഇതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി ചില കാര്യങ്ങളൊക്കെ കയറി ചെന്നതിനെയാണ് പാപാവസ്ഥ. എന്നാൽ കുടുംബജീവിതം എന്ന് പറയുന്നത് എന്താണ്? അത് പാപമല്ലൊരു പുണ്യമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ പുണ്യമാണ്, സഭയിൽ പുണ്യമാണ്, സമൂഹത്തിൽ പുണ്യമാണ്, രാഷ്ട്രങ്ങളിൽ പുണ്യമാണ്. ഇപ്പം നമുക്കറിയാം 10 മക്കളുള്ള ദമ്പതികൾ, ചില കേസുകൾ നമ്മൾ വാർത്തയിൽ കാണുന്നത് 10 മക്കളുള്ള ദമ്പതികൾ, ഒരു പുണ്യമാണ്. അവരെ ബഹുമാനിക്കുകയാണ്. സമൂഹം, രാഷ്ട്രം, ഗവൺമെൻറ്റുകൾ, സഭ എല്ലാവരെയും ബഹുമാനിക്കുകയാണ്. പുണ്യമാണത്. നിങ്ങൾ ഈ 10 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തിട്ട് ഞങ്ങൾ നിങ്ങളെ പ്രശംസിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അവിടെ വിവാഹജീവിതം എപ്പോഴും പുണ്യമാണ്. എന്നാൽ ഈ 50 കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, ഈ 50 കാര്യങ്ങളെക്കുറിച്ച്, ഒന്ന് സെക്സിൻ്റെ തലം അഥവാ പാമ്പിൻ്റെ സിമ്പലുകൾ, മറ്റൊന്ന് വിവാഹം അഥവാ ദൈവം അഥവാ സഭ, വിശ്വാസം, വിശുദ്ധി, ഇത് 50 എണ്ണം ഈ 2016 കാലഘട്ടങ്ങളിൽ, 16 ജൂൺ മാസം, ജൂലൈ മാസങ്ങളിലൊക്കെ ദൈവിക ദർശനങ്ങൾ കൂടുതൽ കിട്ടിക്കൊണ്ട് സമയത്ത് സർവശക്തനായ ഈശോ തന്ന നിഗമനങ്ങളാണ്. അത് സന്ദേശങ്ങൾ വരുന്ന സമയത്ത് അപ്പം തന്നെ എഴുതി വെച്ചു. ആ എഴുതി വെച്ചത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യ നാശം, അനേകം വീടുകളിൽ നിന്ന് വിളിക്കുന്നവരെല്ലാം കുടുംബ സമാധാനം നഷ്ടപ്പെട്ടു, ചോദിച്ച് മറിഞ്ഞു പിടിച്ചവരും ഭർത്താവിൻ്റെ മദ്യപാനം കഴിഞ്ഞ് വന്നിട്ട് അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ആ സമയത്ത് വയ്യ എന്ന് ചില കാര്യങ്ങൾ എതിർപ്പ് വരുന്നു, അസ്വസ്ഥ വരുന്നു. അപ്പോൾ അത് അവിടെ പിടിയാകുന്നു, അത് തെറിയാകുന്നു, വിവാഹമോചനമാകുന്നു, ഭാര്യ ഭർത്താക്കന്മാർ അകന്നു കഴിയുന്നു, അതിൻ്റെ അസ്വസ്ഥത മക്കൾ അനുഭവിക്കുന്നു. എത്രയോ കുടുംബങ്ങളാണ് തകർച്ചയിലേക്ക് പോകുന്നത്. ഇതിനെല്ലാം അടിസ്ഥാന കാരണം നമ്മൾ പഠിച്ച് ചെല്ലുമ്പോൾ അവരുടെ കുടുംബ ലൈംഗിക ജീവിതം പരാജയമാണ്. അവിടെ സെക്സാണ് നടത്തുന്നത്. കാരണം അവിടെ വിശ്വാസമില്ല, വിശുദ്ധിയില്ല, വിവേകമില്ല, ജ്ഞാനമില്ല, സത്യസന്ധതയില്ല, നീതിബോധമില്ല, വൃത്തിയില്ല, വിശുദ്ധിയില്ല.
ഇതൊന്നുമില്ലാതെ തോന്നുന്ന സമയത്ത് കയറി വന്നിട്ട് തൻ്റെ പങ്കാളികളെ വിളിച്ച് ഉപയോഗിക്കുന്ന പരിപാടി വരുമ്പോൾ ഭർത്താവ് പറയും എല്ലാ കാര്യത്തിലും ഭാര്യമാർ വിധേയമായിരിക്കണം, സമ്മതിക്കടി എന്ന് പറഞ്ഞുകൊണ്ട് സമ്മതിപ്പിച്ച് ബലമായിട്ട് ചെയ്യുന്നത് തന്നെയാണ്. അതാണ് ക്രൂരത, അതാണ് സെക്സ്. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൽ, സൗമ്യതയിൽ, എളിമയിൽ, പ്രാർത്ഥനയിൽ, വിശുദ്ധിയിൽ, വൃത്തിയിൽ, വിവേകത്തിൽ, ആനന്ദത്തിൽ, സ്നേഹത്തിൽ, മഹത്വത്തിൽ, പ്രാർത്ഥനയിൽ, കൗതാശിക തലങ്ങളിൽ എല്ലാം ദൈവിക പദ്ധതിയോട് ചേർന്ന് നിന്ന് ചേർത്ത് വെച്ച് ചെയ്യുന്നത് എന്തൊക്കെയോ ആണോ അതെല്ലാം വിവാഹമാണ്. അത് വിവാഹത്തിന് മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ കർത്താവ് പറയുന്നുണ്ട്, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അതല്ലാതെ അശുദ്ധമായത് അശുദ്ധിയോടെ ചെയ്തവർ അശുദ്ധരാകും. അല്ലെങ്കിൽ അതൊന്നും വിഷയമില്ല. അപ്പം വിശ്വാസമുള്ളവരെയും വിശുദ്ധിയുള്ളവരെയും ദൈവം എങ്ങോട്ട് മാറ്റും? വലതുവശത്തേക്ക് മാറ്റും, മറ്റവരെ ഇടതുവശത്തേക്ക് മാറ്റും. അതുകൊണ്ട് കർത്താവ് തൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ സെക്സ് എന്ന വിഷയത്തെ വളരെ വിശുദ്ധമായും വിവേകത്തോടെയും നമ്മൾ പഠിക്കണം. പഠിച്ചേ പറ്റൂ. പഠിച്ചില്ലെങ്കിൽ ഇതിൻ്റെ അന്ത്യവിധിയുടെ വക്കിലാണ് നമ്മൾ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അല്പമെങ്കിലും തെറ്റോ തിന്മയോ, പ്രത്യേകിച്ചും റോമാക്കാർക്ക് ലേഖനത്തിലൊക്കെ വ്യക്തമായിട്ട് വരുന്നുണ്ട്. റോമാക്കാർക്ക് ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ അതിൻ്റെ 6-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? റോമാക്കാർക്ക് ലേഖനം അതിൻ്റെ 5-6-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്രിസ്തുവിൽ നവജീവിതം. റോമാക്കാർക്ക് ലേഖനം 6-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ കർത്താവായ ഈശോ ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. ആ വചനമാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. അതാണ് ഒന്ന്. പാപം എന്നത് തിന്മ, തിന്മയുടെ പ്രവൃത്തി രൂപമാണ്, പാപത്തിൻ്റെ പ്രവൃത്തി രൂപമാണ് തിന്മ. തിന്മ ജഡമോഹത്തെ ഉത്തേജിപ്പിക്കുകയും അത് നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കണം. നിങ്ങളുടെ മരിക്കുന്ന ഈ ശരീരം മരണശരീരമാണിത്. ആ മരണശരീരത്തിൽ പാപം നിങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ. തിന്മയ്ക്ക് നിങ്ങൾ കീഴ്പ്പെട്ടു പോകരുത്, ജഡമോഹങ്ങൾക്ക് നിങ്ങൾ കീഴ്പ്പെട്ടു പോകരുത്. അതാണ് കർത്താവ് റോമാക്കാരുടെ 6-ാം അധ്യായം 12-ാം തിരുവചനം. അവിടെ നിങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ കണ്ണുകൾ, നിങ്ങളുടെ അവയവങ്ങൾ, ഇന്ദ്രിയങ്ങൾ, നമ്മുടെ കണ്ണുകൾ, കാതുകൾ, അധരം, കയ്യ്, നമ്മുടെ ചിന്തകൾ, മനസ്സ്, ഇന്ദ്രിയമെല്ലാം പാപത്തിന്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നമ്മുടെ അവയവങ്ങൾ അനീതിയുടെ ഉപകരണങ്ങളായിട്ട് മാറരുത്. അനീതി ചെയ്യാൻ, തിന്മ ചെയ്യാൻ, പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ അവയവങ്ങൾ വിട്ടുകൊടുക്കരുത്. അത് നമ്മുടെ അവയവങ്ങൾ, ഇന്ദ്രിയങ്ങൾ അതിന് വേണ്ടി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് ഇന്നത്തെ ഈ രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ ടെലിവിഷന് മുമ്പിലോ പത്രമാസികളുടെ മുമ്പിലോ സിനിമ സീരിയലുടെ മുമ്പിലോ ബ്ലൂ ഫിലിം ബ്ലാക്ക് മാസിന് മുമ്പിലോ മൊബൈൽ ഫോണിൻ്റെ മുമ്പിലോ ഒക്കെ ആയി നമ്മുടെ അവയവങ്ങളെ വിട്ടുകൊടുക്കരുത്. വിട്ടുകൊടുത്ത് അതിനുപയോഗിച്ചാൽ നാളെ, അധികം കാലമില്ല, ഈ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ വക്കിൽ നമ്മളുള്ളത്, നാളെ ഇതിൻ്റെ തിക്തഫലങ്ങൾ നിശ്ചയമായും ഒരു തിരിച്ചടി വലിയ ഭയാനകമായ രീതിയിൽ പ്രകൃതി വരെ നമുക്കെതിരെ തിരിയും, പ്രപഞ്ചം വരെ നമുക്കെതിരെ തിരിയുമെന്നുള്ള യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് കർത്താവിന് നിങ്ങളുടെ സമർപ്പിക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴില്ല, കൃപയ്ക്ക് കീഴിലാണ്. ദൈവവചനം പഠിക്കണം പ്രിയപ്പെട്ടവരെ. ആ ദൈവവചനം പഠിച്ചില്ലെങ്കിൽ പഠിപ്പിക്കും. പഠിക്കാൻ എനിക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ എൻ്റെ പണം ഉപയോഗിച്ച് എൻ്റെ മൊബൈൽ ഫോണിൽ ഞാൻ എന്നാ വേണേലും കാണും. എൻ്റെ സൗകര്യം ഇഷ്ടമനുസരിച്ച് ചെയ്യും. ആരും ഇതിനകത്ത് കൈ കടത്തണ്ട. ഇതെൻ്റെ വ്യക്തിപരമായ ആവശ്യമാണ്. ഇല്ല, വിടില്ല നിന്നെ, നിങ്ങളെ വിടില്ല, സഭയെ വിടില്ല, ജനത്തെയുള്ള എന്നെ ആയാലും നിങ്ങളെ ആയാലും പ്രിയപ്പെട്ട ദൈവം പിടിക്കുക തന്നെ ചെയ്യും. ആ പിടുത്തം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ വെളിപാട് 18:4 കർത്താവിന്, എൻ്റെ ജനമേ അവളിൽ നിന്ന് ഓടിയകലുവിൻ, അല്ലെങ്കിൽ അവളെ പിടികൂടിയ മഹാമാരി നിങ്ങളെയും പിടികൂടും. ഇത് വരുന്നുണ്ട് പറയാൻ. ആഗോള യുദ്ധമായിട്ട്, വലിയ ക്ഷാമങ്ങളായിട്ട്, വലിയ പ്രകൃതി ദുരന്തങ്ങളായിട്ട്, വലിയ മഹാമാരികളായിട്ട്, വലിയ പകർച്ചവ്യാധികളായിട്ട്, വലിയ വേദനയും കൊടിയ ദുഃഖവും ദുരിതവുമായിട്ട്, വലിയ സാമ്പത്തിക ക്ലേശങ്ങളായിട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, സമ്പത്തിൻ്റെ മേശയെ സർവശക്തനായ ദൈവം തട്ടിമറിക്കും. ഇപ്പോൾ നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിലേക്കുള്ള പോക്ക് കൊണ്ട് നിന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്.
നമുക്കറിയാം എല്ലായിടത്തും ബ്ലോക്കുകളാണ്, ഇങ്ങനെ ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. സമ്പത്തിൻ്റെ ഒഴുക്ക് നിന്നു. അതൊരു തിരിച്ചടിയാണ്. ആ തിരിച്ചടി കൂടി കൂടി വന്ന് നാളെ നമ്മുടെ കയ്യിൽ 100 രൂപ 10 രൂപ എടുക്കാനില്ലാത്ത അവസ്ഥ നമ്മുടെ മുമ്പിൽ വന്നിരിക്കും. ഒരു സംശയം വേണ്ട. കാരണം ഇന്ന് നമ്മൾ മുടക്കുന്ന ഈ പണം, എന്തിനൊക്കെയാണ് പണം മുടക്കുന്നതെന്ന് ഭിത്തിയിൽ നിന്ന് കല്ലുകൾ വിളിച്ചു പറയും, മേൽക്കൂരിൻ തുലാം മറുപടി പറയും. പ്രിയ സഹോദരൻ, അതുകൊണ്ട് ഈ സെക്സ് എന്ന വിഷയത്തെ വളരെ സുവ്യക്തമായിട്ട് പഠിപ്പിക്കുന്നില്ല എങ്കിൽ അപ്പട്ടിയാണ് കർത്താവിൻ്റെ സന്ദേശം എനിക്ക് ലഭിച്ചത്. അതുകൊണ്ടാണ് ആ കിട്ടിയ കാരണം 50 എണ്ണം അന്ന് ആ കിട്ടിയ രീതി തന്നെ ഓരോന്ന് വ്യക്തമായിട്ട് കിട്ടിയ രീതി തന്നെ അക്കമിട്ട് എഴുതി വെച്ചിരിക്കുകയായിരുന്നു. അക്കമിട്ട്. പ്രിയപ്പെട്ടവരെ, അത് ഈ പശ്ചാത്തലത്തിൽ എനിക്ക് പറയാൻ തോന്നി ഞാൻ പറയുന്നത്. കാരണം എന്നെ ദൈവം ഏൽപ്പിച്ച ആ ദൗത്യം, ജനത്തെ ഉത്ബോധിപ്പിക്കുക, ജനത്തെ പഠിപ്പിക്കുക. സഭയ്ക്ക് പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ, അവർക്ക് അതിൻ്റെ അറിവിൻ്റെ തലമില്ലെങ്കിൽ, അതിന് സാഹചര്യ പശ്ചാത്തലം, അത് പോട്ടെ. ദൈവം ആരിൽ കൂടെയെങ്കിലും ഈ പ്രപഞ്ചത്തോട്, ഈ ലോകത്തിലെ മനുഷ്യകുലത്തോട് നീ ഈ വിഷയത്തിൻ്റെ നന്മ തിന്മകളെ വിവേചിച്ച് പഠിപ്പിച്ചിരുന്നുവോ, ഞാൻ നിന്നൊക്കെ തന്ന ജ്ഞാനത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുവോ എന്ന് സർവശക്തനായ യേശുനാഥൻ എന്നെ സിംഹാസനത്തിന് മുമ്പിൽ ഉയർപ്പിച്ച് നിർത്തിയിട്ട് ചോദിക്കുന്ന സമയത്ത് ഞാൻ, ഇല്ല കർത്താവേ, എനിക്കതിന് നേരെ കിട്ടില്ല, പറയാൻ എനിക്ക് പറ്റില്ല. ഞാൻ പഠിപ്പിച്ചിരുന്നു ഈശോയെ, ഞാനിതെല്ലാം ജനത്തെ പഠിപ്പിച്ചിരുന്നു. സഭ പഠിപ്പിക്കാത്ത പോലും ഞാൻ പഠിപ്പിച്ചിരുന്നു. ഈശോ എനിക്ക് തന്ന കാര്യം ഞാൻ ജനത്തെ അറിയിച്ചിരുന്നു എന്നെനിക്ക് കർത്താവിന് സാക്ഷി പറയാൻ ഈ ഒരൊറ്റ സാക്ഷ്യം മതി എനിക്ക്. ഇത് കേൾക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രബോധനം കേട്ടിട്ട് വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് നിങ്ങൾ വളർന്നില്ല, എന്തുകൊണ്ട് ഈ പ്രബോധനം അനുസരിച്ച് നീ ജീവിച്ചില്ല എന്ന് നിങ്ങളോട് കർത്താവ് നാളെ ചോദിക്കും. അതുകൊണ്ട് ഇന്ന് ഒരുങ്ങിക്കോണം. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇന്ന് ആധുനിക ലോകത്തിൻ്റെ ചെളിക്കുഴി, മാലിന്യക്കുഴിയിലാണ് നാം കിടക്കുന്നത്. അവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടുകൊള്ളുക. രക്ഷപ്പെട്ടില്ല എങ്കിൽ ഇനി ഒരു രക്ഷ നിങ്ങൾക്കുണ്ടാകുകയുമില്ല. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുത്വം നമ്മെ സകല പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും സകല അനീതിയിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം നമ്മെ സകലവിധ വിപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. കർത്താവായി യേശു ക്രിസ്തു തിരുവചനം എന്നെ ജീവന്റെ വഴിയിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ അഗ്നിയായിട്ട് ഇറങ്ങി വരട്ടെ. എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ജ്ഞാനിയാക്കി മാറ്റട്ടെ. ആ ജ്ഞാനത്തിൻ്റെ മുമ്പിൽ ഞാൻ തോൽക്കാതെ നിൽക്കുമാറാകട്ടെ. ആ ജ്ഞാനം എന്നെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കൊണ്ടുപോകാറാകട്ടെ. ആ സർവശക്തനായ യേശു ക്രിസ്തുവിന്റെ തിരുവചനത്തിൻ്റെ ജ്ഞാനവും ശക്തിയും അതൊരു വിശുദ്ധിയുടെ തലമായിട്ട് ഉണർന്ന് അതിനെ ശക്തിപ്പെടുത്തി എന്നെ നിത്യജീവന് ചേരുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാക്കി മാറ്റുമാറാകട്ടെ. എന്നെ കർത്താവായ യേശുവിന്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു മഹത്വമുള്ള മനുഷ്യനാക്കി മാറ്റട്ടെ. അതിനായിട്ട് ഇന്നു മുതൽ കർത്താവെ എന്നെയും ഒരുക്കണമേ. ഞാൻ അങ്ങയുടെ നേരെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ അപ്പ, സ്വർഗീയ ഈശോയെ, സ്വർഗീയ പരിശുദ്ധാത്മാവെ, എന്നെ സഹായിക്കണമേ, രക്ഷിക്കണമേ. ഞാൻ പെട്ടുപോയിരിക്കുന്ന മാലിന്യക്കുഴിയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അതിനായി ഞാൻ കരങ്ങൾ ഉയർത്തുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ സർവ്വശക്തനായ യേശുവേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. അശുദ്ധിയിൽ നിന്നും മ്ലേച്ഛതയിൽ നിന്നും ജഡമോഹത്തിൽ നിന്നും ജഡവികാരങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ, എന്നെ സംരക്ഷിക്കണമേ, അതിന് വിമോചിപ്പിക്കണമേ പ്രാർത്ഥിച്ചുകൊണ്ട് റോമാക്കാർക്ക് ലേഖനം 6:12 വീണ്ടും നമ്മൾ ഒന്നുകൂടി വായിക്കണം. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുകയും പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. കാരണം നിങ്ങൾ നിയമത്തിന് കീഴില്ല, കൃപയ്ക്ക് കീഴിലേക്ക് ആണ് കടന്നു വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട, കൃപയ്ക്ക് കീഴിൽ ദൈവാത്മശക്തിയിൽ എന്താണ് കൃപകൾ എന്ന് പറയുന്നത്? 1 ദൈവജ്ഞാനം, 1 അറിവ്, 2 ദൈവജ്ഞാനം, 3 വിശുദ്ധി, 4 പരിശുദ്ധി, 4 വിവേകം. ഇതെല്ലാം ദൈവകൃപകളാണ്. അശുദ്ധിയുടെ മേഖലയിൽ നിന്ന്, പൈശാചിക മേഖലയിൽ നിന്ന് വിട്ടുപോകാൻ ഈ കൃപയിലേക്ക് കടന്നു വരണം. അതിനായി നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. അതിനായി ഉപവാസവും പ്രാർത്ഥനയും തപസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. കർത്താവ് പറയാണ്, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല. ഈ പൈശാചിക തിന്മകൾ ഒരാളെ കീഴ്പ്പെടുത്തിയാൽ അത് രക്ഷപ്പെടുക ബുദ്ധിമുട്ടാണ്. എന്നാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ടാൽ അവൻ നിത്യജീവൻ യോഗ്യമാവുകയും ചെയ്യും. കാരണം കർത്താവിൻ്റെ വിധി ഉടൻ തന്നെയുണ്ട്. അതിനാൽ നമ്മയോട് തന്നെ സമൃദ്ധമായി ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറട്ടെ, സംരക്ഷിക്കുമാറട്ടെ. ആമേൻ.